ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു സമയം അവർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ യൂണിവേഴ്സ് എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. ബാലൻസ്, affirmations, wisdom, അലൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാലൻസ് ആണ്. അപ്പോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നത്, ചിലവർ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഫുള്ളി അതിനകത്തായിരിക്കും ഇൻവോൾവ് ആയിരിക്കുന്നത്. മൊത്തത്തിലുള്ള ചിന്തകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ തിങ്കിങ് ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, എല്ലാം അതിനെ ചുറ്റിപ്പറ്റി മാത്രം. അതുവഴി വേറെ പല കാര്യങ്ങളും മിസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഒരുപാട് റോളുണ്ട്. ഒരു റോള് മാത്രമല്ല ഒരു പേഴ്സണുള്ളത്. അവർ ചിലപ്പോൾ ഫാമിലിയിലെ ഒരു സപ്പോർട്ടായിരിക്കാം, ഒരു പില്ലറായിരിക്കാം. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, നല്ല സുഹൃത്ത്, അങ്ങനെ ഒരുപാട് റോളിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോൾ ഒരുപാട് പേരെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം കരിയർ വൈസ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒതുങ്ങാതെ, അല്ലെങ്കിൽ അതിന് മാത്രം പിന്നാലെ പോകാതെ എല്ലാ രീതിയിലും എല്ലായിടത്തും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു കാര്യത്തിനകത്ത് മാത്രം അറ്റൻഷൻ കൊടുത്ത് ബാക്കി പലതും വിട്ടുകളയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലവർ റിലേഷൻഷിപ്പിൽ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ അവരുടെ പാരൻസിൻ്റെ കാര്യം ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല, ചിലർ മക്കളുടെ കാര്യം നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെയും ഒക്കെ നമ്മളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇത് മാത്രമല്ല, നമുക്ക് വേറെയും ചില റോളുണ്ട്, അവിടെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്കത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രമായിരിക്കും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റേ ആൾ എപ്പോഴും അത് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എപ്പോഴും അത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരാൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളാണ് കൂടുതലായിട്ട് അതിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റേ വ്യക്തി അത് വാങ്ങിച്ചു വെക്കൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ എനർജിയാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം തീർച്ചയായിട്ടും അത് ബാലൻസിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നമ്മളവിടെ കൂടുതൽ കൂടുതൽ കൊടുക്കും തോറും അത് ആ ഒരു തുല്യത ഇല്ലായ്മ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അഫർമേഷൻസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ പലരും അഫർമേഷൻസ് പറയാറുണ്ട്, എഴുതാറുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്താണ് നമ്മൾ അഫേം ചെയ്യുന്നത്? നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഒന്നും കൂടി ബലപ്പെടുത്തുകയാണ്. എന്നെക്കൊണ്ടത് കഴിയും, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ വർത്താണ്, എനിക്ക് ഇപ്പം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഓരോ അഫേം ചെയ്യണം. അതായത് നമ്മളുടെ മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തുന്നു, നമ്മളെ കൊണ്ട് അതിന് കഴിയും എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിനകത്ത് ബലപ്പെടുത്തുകയാണ്. എനിക്കത് തരണം ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം റിസീവ് ചെയ്യാനായിട്ട് ഞാൻ അർഹനാണ്, അല്ലെങ്കിൽ അർഹയാണ് എന്ന് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അത്രയും ആ ഒരു പെർഫോം ചെയ്യുമ്പോഴാണ് അതിനവിടെ ഒരു വാല്യൂ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ചിലർക്ക് ഒരു കാര്യമുണ്ട്, അയ്യോ എന്നെ അതിനൊന്നും കൊള്ളില്ല, ചിലപ്പോൾ എന്നെ കൊള്ളൂലാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ വേറെ പോയത്, ഞാൻ ഇതിന് ഏറ്റുവാങ്ങാൻ അർഹയല്ല. ചിലരങ്ങനെയുണ്ട്. പണ്ട് മുതലേ എൻ്റെ ഒരു ഗതികേടാണ്, ഞാൻ ജനിച്ചപ്പോഴേ മുതൽ ഇങ്ങനെയാണ്, എനിക്കൊന്നും നല്ലത് കിട്ടില്ല. കാരണം ആ ഒരു പേഴ്സൺ അവർക്കൊന്നും നല്ലത് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് 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 പറഞ്ഞത് സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ഒരു സിമ്പതൈസ് ചെയ്യേണ്ട കാര്യം ഇല്ല. നമുക്കത് കിട്ടും, എനിക്കത് പറ്റും എന്നിലേക്ക് വരും. എപ്പോഴും ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്.
അപ്പോൾ അതിന് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും കൂടി വേണം. ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിസ്ഡമാണ്. ഒരുപാട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വാക്കാണത്. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണമെന്നാണ് പറയുന്നത്. നമ്മളുടെ ഇതിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്കൊരു അനുഭവം ഉണ്ടായി. അപ്പം നമ്മൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ചിലവർ എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു പേഴ്സണിൽ നിന്ന് നിരന്തരമായിട്ട് ചീറ്റിംഗ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിരന്തരമായിട്ടൊരു കാര്യം വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളുടേതായിട്ടുള്ളൊരു മിസ്റ്റേക്കും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം നമ്മളവിടെ പറ്റിക്കപ്പെടാനായിട്ട് നിന്നു കൊടുക്കുകയാണ്. നമുക്കൊരു പ്രാവശ്യം കിട്ടി, 2 പ്രാവശ്യം കിട്ടി, നമ്മൾ പക്ഷേ വീണ്ടും പഠിക്കുന്നില്ല. വീണ്ടും നമ്മളവരെ ട്രസ്റ്റ് ചെയ്യുന്നു, അനുഭവിക്കുന്നു, കരയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് പറയുന്നത്, സീക്ക് വിസ്ഡം ആൻഡ് ലേൺ ഫ്രം എവറി സിറ്റുവേഷൻ എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഫൈനലി വന്നിരിക്കുന്ന അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻ്റ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ലൈഫിൽ പലർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചിലവർക്ക് ആ ഒരു ആഗ്രഹം ആഗ്രഹമായിട്ടിരിക്കുകയും മറ്റു ചിലവർ അത് സാധിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. എന്ന് പറയുമ്പോൾ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുള്ളി നെഗറ്റീവായിട്ട് നമ്മളെപ്പോഴും കരഞ്ഞു വിളിച്ചു നമ്മളെക്കൊണ്ട് അതിന് കഴിയില്ല, ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് കഴിയുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നതും അത് തന്നെയാണ്, അലൈൻ യുവർ ആക്ഷൻസ് ആൻഡ് തോട്ട്സ് വിത്ത് യുവർ ഡിസയേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം ഇല്ല, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് തീവ്രമായിട്ട് ആ ഒരു പേഴ്സണായിട്ട് ഒന്നിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് നടക്കില്ലായിരിക്കും നടക്കില്ലായിരിക്കും എന്നുള്ള രീതിയിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും അവിടെ സംഭവിക്കുക. അതാണ് അവിടെ സിമ്പിളായിട്ട് അത് ഉദ്ദേശിക്കുന്നത്. ഓവറോളായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങളുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം അത് ചെയ്യേണ്ടതാണ്. നമുക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിനകത്തുണ്ടോ, ഈ ഒരു കാര്യം കൊടുത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം. ഓക്കെ, മൂണാണ് നിങ്ങളുടെ എനർജി. നമുക്ക് പേഴ്സണെ കുറിച്ച് നോക്കാം. സ്ട്രെങ്ത്, ഇതാണ് നമുക്ക് പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ടാവാം. കൂടുതൽ ചിന്തകളും ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭയം തോന്നുന്നുണ്ടാവാം, ആശയക്കുഴപ്പമുണ്ടാവാം, ശരി ഏത് തെറ്റ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം, നല്ല രീതിയിലുള്ളൊരു മെൻ്റൽ സ്റ്റക്നെസ്, അതുമൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ഒരു തടസ്സം അനുഭവപ്പെടുന്നു. അതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് നല്ല രീതിയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് നടക്കുന്നുണ്ടാവില്ല. നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നതെങ്കിലും ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശം പ്രതികരണമായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും നോ കോൺടാക്റ്റിലൊക്കെ പോകുന്നവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. ചിന്തിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റിലുള്ളവർ തീർച്ചയായിട്ടും ഒരുപാട് ഇല്യൂഷൻസിൽ പെടും. അതായത് എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിവില്ലായ്മ കാര്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ അതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പേടിയായിരിക്കും. എൻ്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിന് എൻ്റെ വെറും തോന്നലാണോ എന്നുള്ളത് അവിടെയും ഒരു സംശയം. അപ്പോൾ മൊത്തത്തിൽ ഒരു സംശയത്തിൻ്റെ ഒരു നിഴലിൽ നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. മൊത്തത്തിലൊരു പുകമറയ്ക്കകത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡ് ഒരിക്കലും പ്ലസൻ്റ് ആയിരിക്കില്ല, എപ്പോഴും ഒരു സ്ട്രെസ്സും ടെൻഷനിലൊക്കെ പോകുന്നവരാണ്.
ഇതുപോലെ പേഴ്സൺ എനർജിയെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പക്വമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. വളരെ മെച്യൂർഡ് ആയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീരുമാനം എടുക്കുന്നതൊക്കെ ആ ഒരു രീതിയിലായിരിക്കാം. ചിലരെ സംബന്ധിച്ച് വളരെ നിശബ്ദമായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യാതൊരു ബഹളവും ഇല്ലാതെ അവർ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആൻസറബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ ചെയ്യണമെന്നുണ്ടാവില്ല. പക്ഷെ അവർ വളരെ ശാന്തരായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടെൻഷനോ ആങ്സൈറ്റി ഒന്നും ഈ ഒരു പേഴ്സണില്ലല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം അവർ കുറച്ചൊരു പേഷ്യൻസ് എനർജി, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഇവിടെ അവരുടെ എനർജി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ എങ്ങനെ മറികടക്കാം എന്നായിരിക്കും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതിനകത്ത് അവർക്ക് ഒട്ടും ഒരു ധൃതിയില്ല, ഒട്ടും ഒരു റഷായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു വ്യക്തിയല്ല. വളരെ ഒരു സമാധാനപൂർണ്ണമായിട്ട് ആ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരാൾ കുറച്ചൊരു മൗഢ്യത്തോടു കൂടിയും അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരാൾ ശാന്തമായിട്ടിരിക്കുന്നത്, നേരെ റിവേഴ്സാണ് രണ്ടുപേരുടെയും എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കോൺഫിഡൻസ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് വളരെ പാനിക് ആയിരിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിതിൽ നിന്ന് എന്താണ് അനുഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടിരിക്കുന്നു, ഒരുപാട് സംശയം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ചോദിക്കാനുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ വഴക്കുകൾ സംഭവിക്കാം, പേഴ്സണോട് വഴക്കിടുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ അവർ അത്രയൊരു ദേഷ്യമോ കാര്യങ്ങളൊന്നും നിങ്ങളോട് കാണിക്കാതെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു അവസ്ഥയിൽ പോകുന്നവരും ഉണ്ടാവാം. അതായത് കോൺടാക്റ്റിലുള്ളവർക്കാണ് അങ്ങനെയുള്ളൊരു കാര്യം ബാധകമായിട്ടിരിക്കുന്നത്. ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് മനസ്സിലാക്കൽ ഉണ്ടാവണമെന്നില്ല, വളരെ ശാന്തമായിട്ടിരിക്കും. നിങ്ങളങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ ചിലപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥയും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം സത്യത്തിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. Wheel, 3 of Wands, Seven of Wands, Page of Swords, Page of Cups, Queen of Wands, Eight of Cups, Queen of Pentacles, Ten of Wands, the Emperor, Five of Swords, Knight of Pentacles, Eight of Wands, Eight of Pentacles, Ten of Cups, Four of Cups and Three of Pentacles. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അത് നമ്മൾ നേരത്തെ എനർജി എടുത്തപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടും ആകെ ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ. പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജി ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് കാണാം അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും ഒക്കെ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് വഴക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ശരി നീയാണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള വാക്ക് തർക്കങ്ങളായിരിക്കാം. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ കാര്യം
മനസ്സിലാക്കണം എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് മോശമായിട്ടുള്ള മാനസികാവസ്ഥ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലതിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് വേണം പോകാനായിട്ട് എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ എനർജിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. അവർ സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. കൂടുതലായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബേർഡൻ തലയിലെടുത്ത് വെക്കാനോ ഒരു ഫൈറ്റിങ്ങിനോ ഒന്നും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനൊന്നും താല്പര്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഈ ഒരു പേഴ്സൺ. ഒരു കാര്യങ്ങൾ ശാന്തമായിട്ട് കാണാനും അവർക്ക് നല്ല ഒരു രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവാനായിട്ട്, അതായത് ശാന്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും അത് ഉൾക്കൊള്ളണം എന്നുള്ള ഒരു സംഗതിയാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നടന്നു. പക്ഷേ ആ ഒരു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇനി ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ കുത്തിപ്പൊക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫൈറ്റ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു സമീപനമാണ് നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് ഈ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ഈ പേഴ്സൺ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അവരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവാനായിട്ട്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടാകും. നിങ്ങൾക്കിടയിൽ മീൻസ് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇതിനകത്ത് മറ്റു ചില തടസ്സങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചിലപ്പോൾ പലതുമായിട്ട് ഉണ്ടായെന്ന് വരാം. നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് എതിർപ്പുള്ള ആൾക്കാരോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സം ഉണ്ടാവാനായിട്ട് പോകുന്ന പല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനായിട്ടും ഈ പേഴ്സണ് സമയം വേണമെന്നാണ് ഇവർ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഡിഫെൻസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും സമയം വേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവരുടെ റിലേഷൻഷിപ്പിൽ തടസ്സം ഫാമിലി ആയിരിക്കും. ചിലപ്പോൾ ഈ പേഴ്സണ് ഫാമിലിയെ പിണക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി എതിർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സപ്പോർട്ട് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എന്നാൽ നിങ്ങൾ വേണമെന്നുണ്ട് എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, എനിക്കെല്ലാം ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലൊരു സ്ട്രെങ്ത് എടുക്കാൻ പറ്റിയ ഒരു സമയത്തിനായിരിക്കാം ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ചിലപ്പോൾ അവരെ ഒരു പക്ഷേ സംശയത്തിൻ്റെ കണ്ണിലായിരിക്കാം കാണുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങൾ വളരെ സസ്പീഷ്യസ് ആയിട്ടായിരിക്കാം അവരെ നോക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഏത് രീതിയിലാണോ നിങ്ങൾ ചിലപ്പോൾ അവരെ കണ്ടിരുന്നത്, എത്ര അട്രാക്റ്റഡ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനോട്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ അത് നിലനിർത്തണം, നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളൊരു സംഗതി നമുക്കവിടെ കാണാം. നിങ്ങളുടെ ആ ഒരു തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരോടുണ്ടായിരുന്ന വിശ്വാസമോ സ്നേഹമോ താല്പര്യമൊക്കെ ആയിരിക്കാം. അതൊന്നും കെട്ടുപോകരുത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സിറ്റുവേഷനെ വെച്ചുകൊണ്ട് നിങ്ങളതൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ വിലയിരുത്തരുത് എന്നുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള എനർജീസ് കാണാം. അതായത് ഓവറായിട്ടുള്ള ഒരു ഇമോഷൻസിനോ കാര്യങ്ങളോ അടിമപ്പെടാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് ആയിട്ട് ചിന്തിച്ച് കാട് കയറുക, അപ്പം അങ്ങനെയുള്ള രീതിയിൽ പോവാതെ പ്രാക്ടിക്കലായിട്ടൊന്ന് അവരുടെ സാഹചര്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അവരുടെ സാഹചര്യം ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ കുറച്ചൊരു ബേർഡൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അതും ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാർഡ്സ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ ഹെവി റെസ്പോൺസിബിലിറ്റി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഫാമിലി അല്ലെങ്കിൽ കരിയർ, ആ ഒരു തരത്തിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എല്ലാം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ വളരെ ഒരു തിരക്ക് പിടിച്ച കാര്യങ്ങളൊന്നും അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റാതെ ഒരു പേഷ്യൻസ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ചുമലിലാണ്. അതൊന്നും ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോഴുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ കൂടെ ഉള്ളവരാണ്, നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും
ഒരു പഴയ സ്നേഹം ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു തോന്നലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാം കുറച്ചൊരു സമയം വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. വളരെ കാര്യമായിട്ട് തന്നെ അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലോ ബട്ട് സ്റ്റഡി സ്റ്റഡി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവരിതിനകത്ത് ആഗ്രഹിക്കുന്നത്. എടുത്തിയാടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോകാനുള്ള സാധ്യതയുള്ള ഒരു സമയമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു സമയം വേണ്ടുന്ന ഒരു അവസ്ഥയും കൂടി ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു സ്നേഹമോ താല്പര്യമോ ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. മാത്രമല്ല ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പ് എന്നുള്ള രീതിയിലും ഈ പേഴ്സൺ പറയുന്നില്ല. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് കാണാം. ആ ഒരു 10 ഓഫ് കപ്സ് എനർജി, ആ ഒരു സന്തോഷം, ഫുൾഫിൽമെൻറ്റ് എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി മുന്നിലേക്ക് വരാനായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് സാധിക്കുന്നുള്ളതാണ്. പക്ഷെ അതിനിപ്പോൾ നിലവിൽ അവർക്ക് കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചൊരു സമയം വേണമായിരിക്കാം. എങ്കിലും ഒട്ടും ഡിലേ ആവാതെ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിലവിലത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സണും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കും പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു നഷ്ടബോധം കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളെ മറന്നു എന്നുള്ളതല്ല എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിൽ നമ്മൾ നേരത്തെ എടുത്തപ്പോൾ വളരെ ഒരു ഷാഡോ സൈഡാണ് കയറി നിൽക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, പാനിക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കൂടെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സംശയത്തോടു കൂടി നിൽക്കുക. അകന്നു പോയിട്ടുള്ള പേഴ്സണാണ്, നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിനകത്ത് ചിലപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഓവർ തിങ്കിങ് കൂടുതലായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു സാഹചര്യത്തിൽ വിഷമമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതുപോലെ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളും കൂടി മനസ്സിലാക്കാനായിട്ട് അവരോട് സഹകരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളവരുമായിട്ട് ഒരു ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പോകുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് നേരത്തെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ അവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കൂടുതൽ വ്യക്തികൾക്കും റെസണേറ്റ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫിൽ വേറെ ഒരുപാട് മേഖലകളിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലിയോ കരിയറോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യം കാണാം. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ചൊരു സമയം വേണമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സീരീസ്, ലിയോ, സെജിറ്റേറിയസ്, അതുപോലെ പൈസസ് ആണ്. ഫയർ സയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 4, നമ്പർ 8, നമ്പർ 10 ആൻഡ് നമ്പർ 80. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ആദ്യമേ ആ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജായിട്ട് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമായിട്ട് എടുത്തത്, അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂസ്ഫുൾ ആക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം അവർക്ക് കുറച്ചൊരു സമയം വേണം. അവർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആക്റ്റീവ് ആകും, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.